സർ, കേരള സർവകലാശാലയുടെ ഭരണം നിർവഹിക്കേണ്ടത് ആരാണ്? വി സി ആണോ അതോ സിൻഡിക്കേറ്റ് ആണോ? ഇവിടെ വി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് അത് റദ്ദാക്കി തിരിച്ചെടുത്തിരിക്കുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. ഈ സിൻഡിക്കേറ്റിന് ഇതിനുള്ള അധികാരമുണ്ടോ? പ്രശാന്ത്, ഒരു നിയമസഭ എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് കാണിക്കുന്ന സംഭവമാണ് കേരള കോൺഗ്രസ്സിലെ KM മാണി തൻ്റെ 13ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആയ വി ശിവൻകുട്ടിയും കൂട്ടരും കൂടി നിയമസഭയിൽ കൂത്താടിയത്. ഒരു നിയമസഭയെ എത്രമാത്രം അപമാനിക്കാം എന്നുള്ളതിൻ്റെ മകുടോദാഹരണം. അതിനു മുമ്പ് അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ പെണ്ണമ്മ ജേക്കബ് മെമ്പറായിരിക്കെ ഹരിപ്പാട്ടിൽ നിന്നുള്ള MLA ആയ CBC വാര്യർ അൺപാർലമെൻ്ററി ആയിട്ടുള്ളൊരു പ്രവൃത്തി നടത്തിയത്, അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു. മറ്റൊന്നുമല്ല, മുണ്ടാണ് കൊടുത്തിരുന്നത്, മുണ്ട് പൊക്ക്. അസംബ്ലിക്കകത്ത് തന്നെ ആ സ്ത്രീ മെമ്പർ ഇരിക്കുമ്പോൾ തന്നെ അശ്ലീലം, ആ ഒബ്സിനിറ്റി, അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ കേരള സർവകലാശാല CPM അതിൻ്റെ പാർട്ടി ഒസ്യത്തായിട്ട് കണക്കാക്കുന്ന കേരള സർവകലാശാലയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടായിസം, തനി ഗുണ്ടായിസം. നമുക്ക് ഇന്നലെ നടന്നതിനെ തുടങ്ങാം. എന്താ പാവപ്പെട്ട സ്ത്രീകളെ ഇവരെ ബഹുമാനിക്കുന്ന രീതി. ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്ന സ്ത്രീയായിട്ടുള്ള വൈസ് ചാൻസലർ, അവരെ വന്നു കഴിഞ്ഞപ്പോൾ സിസ തോമസ് വൈസ് ചാൻസലറായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന മൊഴിയിലേക്ക് CITUവിൻ്റെ ചുമട്ടു തൊഴിലാളികൾ കടന്നു കയറുന്നവരാണ്, സിൻഡിക്കേറ്റ് മെമ്പർമാരാണെന്ന് പറയപ്പെടുന്ന ചില ആൾക്കാർ വന്ന് കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ഒരു സിൻഡിക്കേറ്റ് മെമ്പർ കൈ ചൂണ്ടിക്കവർ പറയുകയാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ഇവിടെ എൻ്റെ പോലീസോ അതോ DGPയോ? ഈ അക്കാദമി എന്ന് പറയുന്ന ചുമട്ടി തൊഴിലാളികൾക്കും മീശ പിരിക്കുന്നവർക്കും അട്ടിമുറിക്കോലി നോക്കുകൂലി ചോദിക്കുന്നവർക്കും കൊടുക്കാൻ, വീതം വെച്ച് കൊടുക്കാനുള്ള ഒന്നല്ല അക്കാദമിയുടെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. പാർട്ടിക്ക് വീതം വെച്ച്, പാർട്ടികൾക്ക്, ഞാൻ ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയുകയല്ല, പാർട്ടികൾക്ക് വീതം വെച്ച് അവരുടെ ചുമട്ടുതൊഴിലാളി സംഘടനകളെ കൊണ്ടുവരാനുള്ള വേദിയല്ലത്. സംസ്കാര സമ്പന്നരായിരിക്കണം അവർ, വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. തൊഴിലാളികൾക്ക് പോലും സംസ്കാരമുണ്ട്, അവരുടെ തൊഴിൽ സംസ്കാരം. വഴിയിൽ ഒരാൾ വീണാൽ, അപകടം പറ്റിയാൽ ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷക്കാരോ ചുമട്ടുതൊഴിലാളികളോ ആയിരിക്കും. നമ്മളവരെ എത്രമാത്രം കുറ്റം പറഞ്ഞാലും, പണത്തിനോടുള്ള ആർത്തി ഉണ്ടെന്ന് പറഞ്ഞാലും, തൊഴിൽ സംസ്കാരം, തൊഴിലാളിയുടെ സംസ്കാരം അതുപോലും ഇല്ലാത്ത ആൾക്കാരെ ഒരു സ്ത്രീ വൈസ് ചാൻസലറുടെ അടുത്തേക്ക് കയറി അവരെ ഭീഷണിപ്പെടുത്തുക. പണ്ടത്തെ മാർക്സിയൻ തന്ത്രങ്ങളായിട്ടുള്ള ഘരാവോ പോലുള്ള സമരങ്ങൾ, ധർണ പോലുള്ള സമരങ്ങൾ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് പറയാനാണെന്നോ. ആ സ്ത്രീ നിസ്സഹായമായിട്ട് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇവർ പോയിട്ട്, ഇതിനല്ലേ ഫാഷിസം എന്ന് പറയേണ്ടത്? അതെ, BJPക്ക് ഫാഷിസം ഒന്ന് CPI പറഞ്ഞുകൊണ്ടായിരിക്കുന്നു നാഴികയ്ക്ക് 40 വട്ടം. ഇത് പിന്നെ എന്തോ കുന്തമാ? ചുണയുണ്ടോ നിങ്ങൾക്ക് നാവെടുത്തൊന്നും മിണ്ടാൻ? ഇത് ഫാഷിസമായിരുന്നു എന്ന് പറയാൻ? നിയാമകമായിട്ടുള്ള രീതിയിലല്ലേ വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചത്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളൊന്നും അല്ലല്ലോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളിനെയല്ലേ കൊണ്ടുവന്നത്. ആ സ്ഥാനത്തിന് നിങ്ങൾ സമരം ചെയ്തു. CPMന് അവരെ ഇഷ്ടമല്ല, CPMന് താല്പര്യമില്ല, അതുകൊണ്ട് അവർ അനഭിമതയാണ്. നിങ്ങൾ കോടതിയെ പോലും അവിടെ അപമാനിക്കുകയായിരുന്നു. കോടതി തീരുമാനിക്കാനിരിക്കെ ധൃതിപ്പെട്ട് നിങ്ങളുടെ KS അനിൽകുമാർ എന്ന് പറഞ്ഞ അയാൾ ആരാ? രജിസ്ട്രാർ പോലും എയ്ഡഡ് കോളേജിലെങ്ങാണ്ട് പഠിപ്പിച്ച ആളാണ്. അയാളെ പിടിച്ചിവിടെ വച്ചിരിക്കുന്നത് തന്നെ നിയമപരമല്ല. വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണോ? എത്ര ബുദ്ധിയും അതുപോലെ തന്നെ ഈ പാഠവും അക്കാഡമിക് ടാലൻറ്റുമുള്ള എത്രയോ പേരുള്ളപ്പോഴാണ് എയ്ഡഡ് കോളേജിൽ പൈസ കൊടുത്ത് കയറി ഒരാളിനെ വിളിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ പോലും പാർട്ടിയുടെ ഏജൻ്റാണ്. പാർട്ടിയുടെ ഏജൻറ്റ്. അയാൾ വിചാരിച്ചിരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയുള്ളതുകൊണ്ട് ഗവർണറേക്കാൾ മുകളിലാണ് താനെന്നാണ്. സർ, ഇവിടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം കോടതി ഈ നടപടിയെ സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. സസ്പെൻഷൻ സ്റ്റേ തരില്ല എന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. ഭാരതാംബയെ കേവലം ഒരു സ്ത്രീ, പതാക ഏന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് തന്നെ നിർഭാഗ്യകരമാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ദാറ്റ് ഈസ് ദ ക്രക്സ് ഓഫ് ദി മാറ്റർ. ഇത്രയും ബഹളം ഉണ്ടാക്കിയത് എന്താ? ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചേനെ. ഷക്കീലയുടെ ചിത്രമല്ല വെച്ചത്, ഏതെങ്കിലും നഗ്ന ചിത്രമല്ല വെച്ചത്. ഫുള്ളി ഡ്രസ്ഡ്, അന്തസ്സും ഡീസൻറ്റുമുള്ള അഭിജാതയായ ഒരു സ്ത്രീ തന്നെ കരുതിയാലും
അതെ. അപ്പൊ ആ ഭാരതാംബയുടെ സ്ത്രീ കൊടിയും പിടിച്ചു നിൽക്കുന്ന ചിത്രം, ആ കൊടി കാവിയായി പോയതിന്റെ അങ്ങനെ പറഞ്ഞ കോടതി ഈ നടപടി VC-യുടെ നടപടി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. പകരം തിങ്കളാഴ്ച വിശദമായിട്ട് വാദം കേൾക്കാം, നിങ്ങൾ സർവകലാശാലയോട് പറഞ്ഞു സത്യവാങ്മൂലം സമർപ്പിക്കൂ, എന്തിനാണ് ഈ സസ്പെൻഷൻ, വിശദീകരണം നൽകണം എന്ന് കോടതി പറഞ്ഞു. അതുപോലെ തന്നെ KS അനിൽകുമാറിനും ഇന്ന് മറുവാദം ഉന്നയിക്കാൻ, ഈ സത്യവാങ്മൂലം വന്നു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകനും സത്യവാങ്മൂലത്തിൽ അവർക്ക് പറയാനുള്ളത് പറയാം അതിനെതിരെ. അപ്പോൾ അതിനൊക്കെയുള്ള അവസരം ഇന്നിരിക്കെ ഈ അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് കൂടി ഈ സസ്പെൻഷൻ റദ്ദാക്കുകയും അനിൽകുമാറിനെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു, ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ഇത് നിയമപരമായി നിലനിൽക്കും? നിയമപരമായിട്ടല്ല, മര്യാദകേടാണ്. കോടതിയോടുള്ള ധിക്കാരം കാണിച്ചിരിക്കുകയാണ്, കോടതിയോട് ഗുണ്ടായിസം കാണിച്ചിരിക്കുകയാണ്. അല്ല സർ, ഈ കോടതികളെ ബൂർഷ്വാ കോടതികളെന്നും എന്താ പറയണ്ടേ, ജഡ്ജിമാരെ ശുംഭന്മാരെന്നും ആ സംസ്കാരമാണ് കാണിച്ചത് ഒക്കെ വിളിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് കോടതിയോ ജഡ്ജിയോ നിയമവാഴ്ചയോ ഒന്നും അവരെ സംബന്ധിച്ച്, നീതിന്യായ വ്യവസ്ഥയൊന്നും അവരെ സംബന്ധിച്ച് ഒരു കാര്യമേ അല്ല. അവരതിനെയെല്ലാം പുല്ലുപോലെ അവഗണിച്ച് കളയുന്നവരാണ്. ഇവരാണ് ഭരണഘടനയെക്കുറിച്ച് ആണയിടുന്നത്. കോടതിയെപ്പോലും ക്ഷമിക്കാൻ വയ്യ. ഒരു ദിവസം കോടതി എന്താണ് സംഭവം എന്നറിയാം, കോടതിയുടെ വിധി ഇയാൾക്ക് എതിരായിട്ട് വരും. എല്ലാ വിധത്തിലും വേറൊരു ചട്ടുകമായിട്ട് CPM-ൻ്റെയും പാർട്ടിയുടെ ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിച്ചു. അതിൽ വിവരക്കേട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്പം വിവരം വേണ്ടേ? സിലബസിൽ വിവരമൊന്നുമില്ല പഠിപ്പിക്കാനെങ്കിലും. പക്ഷേ അവരെന്താ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല, KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവരാരാ തീരുമാനിക്കാൻ? പ്രോ VC ആയിരിക്കും അവര്. ഇവരാരാ? VC-യുടെ അല്ല, ചാൻസലറുടെ മുകളിലാണോ ഇവര്? എന്തായാലും പ്രോ ചാൻസലറാണ്. പ്രോ VC അല്ല, ക്ഷമിക്കണം, പ്രോ ചാൻസലറാണ്. ചാൻസലറുടെ മുകളിലാണ് താനെന്ന പാർട്ടിയുടെ പിന്തുണ. പാർട്ടി പറയിപ്പിക്കുന്നതാണെന്നേ. ഇതുപോലെ തന്നെയാണ് പാർട്ടി പറയിപ്പിക്കുന്ന വീണ ജോർജിനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. മാറ്റുന്നെങ്കിൽ വീണ ജോർജിനെയാണ് മാറ്റേണ്ടത്. അവിടെ ചെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. അവർക്ക് അവിടെ ചാടിച്ചെന്ന് എല്ലായിടത്തും ചെന്ന് അവർ ചെന്ന് പത്രക്കാരെ കണ്ടിട്ട് ഞാനാണ് ഇതിൻ്റെ അധികാരി എന്ന് പറഞ്ഞിട്ട് അതാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇവിടെ ആരും കിടപ്പില്ല. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാട്ടുകാരെങ്കിലും ഓടി വന്ന് അവിടുത്തെ സാധനങ്ങൾ നിമിഷങ്ങൾക്ക്, എനിക്കറിയാം കോട്ടയത്തുകാരെ, അവിടെ നിന്ന് വരുന്നവനാണ് ഞാൻ, നിമിഷങ്ങൾക്കകം ആ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് അവിടുന്ന് ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തിയതിന് നിമിഷങ്ങൾക്കകം നിങ്ങളുടെ ബുൾഡോസറും വേണ്ട, ഒരു കുന്തവും വേണ്ട. അവിടെ നാട്ടുകാർ ചെയ്തതിനെയും കലാശികളെ പോലെ ചെയ്തേനെയും ജീവൻ പണയം വെച്ച് ചെയ്തേനെയും. എന്നിട്ട് നിങ്ങൾ വന്നാൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. വാസ്തവം പറയുന്നു, ഒരു പാവം നിരാലംബയായ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടും. അതെ, കോട്ടയം ജില്ലയുടെ മൊത്തം സുൽത്താനായിട്ടുള്ള VN വാസവൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഉദ്ഘാടനം നടത്തുന്നത് VN വാസവനാണ്, കോട്ടയത്തിൻ്റെ മന്ത്രി. എല്ലാത്തിൻ്റെയും ആൾ കുറേ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ, അദ്ദേഹം ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ജീവനെ ഇങ്ങനെ തൃണവൽക്കരിച്ച് ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ടേ? അപ്പോൾ അതുപോലും ചെയ്യാതെ കണ്ട് ആളുമില്ലെന്ന് പറഞ്ഞു ഒരു ഹത്യയിൽ കളിച്ചു. ശരിക്കും നരഹത്യയാണ് അവർ. അവിടെയും ഈ മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെതിരെയോ ഒന്നും കാര്യമായ ഒരു നിയമ നടപടിയില്ല. അതുപോലെ തന്നെ ഇവിടെ വീണ ജോർജിനെ മാറ്റുകയില്ലെന്ന് പറഞ്ഞു. അതുപോലാണ് ഞങ്ങളുടെ അനിൽകുമാർ ഞങ്ങളുടെ പാർട്ടിക്കാരൻ, അതുകൊണ്ട് മാറ്റുകയില്ലെന്ന്. സർ, ഇവിടെ ഇപ്പോ കോടതി പറഞ്ഞാലും ഇനി മാറ്റാതിരിക്കും. അതാണ് ഇവരുടെ പരിപാടി. സിൻഡിക്കേറ്റ് യോഗം VC പിരിച്ചുവിട്ടു. VC പിരിച്ചുവിട്ടിട്ട് ഇവർ ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ താൽക്കാലിക അധ്യക്ഷയാക്കി വെച്ച് യോഗം തുടർന്നു. അത് തന്നെ നിയമവിരുദ്ധമാണ്. കാരണം VC-യുടെ അനുമതി ഇല്ലാതെ VC ആണ് പകരം അധ്യക്ഷയെ നിശ്ചയിക്കേണ്ടത്. തനിക്ക് അസൗകര്യമുണ്ടെങ്കിൽ അവിടെ VC അത് നിശ്ചയിച്ചിട്ടില്ല, പകരം ഇവർ നിശ്ചയിക്കുകയാണ്. അതായത് ഈ സൂപ്പർ പവർ ചമയുകയാണ് സിൻഡിക്കേറ്റ്. ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ദലൈലാമയാണ് തീരുമാനിക്കേണ്ട അടുത്ത ലാമയാരെന്ന്. അതിന് പഞ്ചൻ ലാമ എന്ന് പറഞ്ഞ ഒരുത്തിനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ജയിലിലിട്ടിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ധാരമയാരെന്ന്. ഇതുപോലൊരു സൂത്രമാണ് CPM. ചൈനയല്ലേ, ചൈനീയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നാണല്ലോ വെയ്പ്പ്. അതുപോലെയുള്ളൊരു ഫാഷിസം, ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള തനി ഫാഷിസം. CPI-യോടെ പറയണം, ബിനോയ് വിശ്വത്തിനോട് പറയണം, നിങ്ങൾക്ക് തനി ഫാഷിസം കാണണമെങ്കിൽ നിങ്ങളുടെ വലിയേട്ടനിൽ തന്നെ കണ്ടാൽ മതി. സർവകലാശാലയിൽ നിന്നാണ് എവിടെ പേടിപ്പിക്കുക, സ്ത്രീയെ പേടിപ്പിക്കുക. ശരിക്കും സ്ത്രീകളെ അപമാനിച്ചതിനുള്ള ശിക്ഷ കൂടി ഇവരൊക്കെ കൊടുക്കേണ്ടതാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ്. നോക്കൂ, BJP-യുടെ പ്രസിഡന്റായിട്ട് ഒരു സ്ത്രീ തന്നെ വരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി, മീശ വിരിച്ച് കാണിച്ച് ഭീഷണിപ്പെടുത്തി, മുണ്ടു മടക്കി കുത്തിക്കൊണ്ട് അവിടെ ഒരു സ്ത്രീയാണ്. അതെ, ഒരു വൈസ് ചാൻസലറാണ്. അധ്യാപകരുടെ മുമ്പിൽ നമ്മൾ മുണ്ട് താഴ്ത്തിയിടണമെന്ന് ഒരു ബഹുമാനം. മുണ്ട് മടക്കി കുത്തി ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്യും, കൈ ചൂണ്ടിക്കൊണ്ടാണ് വർത്തമാനം. എങ്ങനെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ? ഇതാണോ സിൻഡിക്കേറ്റ്? കേരള സർവകലാശാല എങ്ങനെ നന്നാകും? ഇവരൊക്കെ ചേർന്ന് തീരുമാനിക്കുന്ന അക്കാഡമിക് കാര്യങ്ങൾ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
സത്യം പറഞ്ഞ ഇതൊരു മാർക്സിസ്റ്റ് സർവകലാശാലയായിട്ട് എന്ന് പിന്നെ എസ് എഫ് ഐ അത് സർവകലാശാലയല്ല, സർവകലാപശാലയായി മാറിയിരിക്കുക. സർവകലാശാലയായിട്ട് മാറിയിരിക്കുന്നു. കാരണം നമ്മുടെ ചട്ടങ്ങളുടെയും ഭരണഘടനയുടെയും കൊലപാതകമാണ്, നിയമങ്ങളുടെയും കൊലപാതകം നടത്തിക്കൊണ്ടാണ്. റാങ്ക് ലിസ്റ്റ് കണ്ടിട്ടില്ലേ? പരീക്ഷ എഴുതാത്തവന് 1ാം റാങ്ക്, ബികോം പഠിക്കാത്തവന് എംകോമിന് അഡ്മിഷൻ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ താന്തോന്നിത്തം കാണിക്കാനുള്ള ഒരു കളിയരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് കേരള സർവകലാശാല. അങ്ങനെ മാറ്റാൻ അനുവദിക്കാത്തതിനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ അവർ സാർ ഈ സംഭവത്തിലും ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഒന്നേ പറയാനുള്ളൂ, ഭാരതാംബ പറയുന്നത് പോലെ സത്യമേവ ജയതേ. നിങ്ങളത് ആ സത്യത്തെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ നറേറ്റീവുകൾ വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.